സാറേ, അബു മുഹമ്മദ് അൽ ജുലാനി പുതിയ സിറിയയുടെ ഭരണാധികാരിയായിട്ട് വരുന്നു. ശരിക്കും പറഞ്ഞാൽ മറ്റൊരു തീവ്രവാദ സംഘടന അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ള, എന്താണ് ഈ ജുലാനിയെക്കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹം ഒരു ഗ്ലോബൽ ടെററിസ്റ്റായിട്ട് അമേരിക്കയും UN ഒക്കെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് $10 ലക്ഷം വില ഇട്ടിരിക്കുന്നതാണ് അമേരിക്ക. അപ്പം ഇങ്ങനെയൊക്കെ ചില യാഥാർത്ഥ്യങ്ങൾ ഇദ്ദേഹത്തെ പറ്റിയുണ്ട്. പക്ഷേ പിന്നെ അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള പേര് പറഞ്ഞാൽ അഹമ്മദ് ഹുസൈൻ അൽ ഷാര എന്നാണ്. ഇപ്പോൾ അറിയപ്പെടുന്ന ഈ അബു മുഹമ്മദ് അൽ ജുലാനി എന്നുള്ള പേരിൽ, ഇപ്പോൾ ജുലാനി എന്നുള്ള പേരിൽ മാത്രം ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുന്നേറ്റത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് കൂട്ടത്തിലല്ല ബിൻ ലാഡൻ്റെ മുന്നേറ്റത്തെ പറ്റി വേണമെങ്കിൽ ചിന്തിക്കാം. ബിൻ ലാഡൻ്റെ മുന്നേറ്റം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റിവേഴ്സ് ഗിയറിലാണ് ഇദ്ദേഹത്തിൻ്റെ മുന്നേറ്റം. ആരുടെ? ഈ ജുലാനി എന്ന് പറയുന്ന ആളുടെ. നമുക്കറിയാമല്ലോ, ബിൻ ലാഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി വളർന്ന് കണ്ണിലുണ്ണിയായിരുന്നു, ഓമനയായിരുന്നു. പക്ഷേ അവസാനം വന്നപ്പോൾ അമേരിക്ക ഇദ്ദേഹത്തെ ഭൂമിയിൽ എവിടെ പോയി ഒളിച്ചാളും തട്ടിക്കളയും എന്നുള്ള ചിന്താഗതിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ് നമ്മൾ ജുലാനിയുടെ കേസിൽ കാണുന്നത്. ജുലാനിയെ ഗ്ലോബൽ ടെററിസ്റ്റായിട്ട് ആദ്യം അമേരിക്ക ഡെസിഗ്നേറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ അമേരിക്കയ്ക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള ആ ഇംപ്രഷൻ ഇല്ല. മാത്രമല്ല, ജുലാനിക്ക് അമേരിക്കയോടും പഴയ പോലെ വിരോധമില്ല. അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് റിയാദിലാണ്, സൗദി അറേബ്യ. 1982 ജനിച്ചത്. പക്ഷേ അദ്ദേഹം സൗദിക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ഓയിൽ എഞ്ചിനീയർ എന്നുള്ള ഡെസിഗ്നേഷനിൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ജനിച്ചത് അവിടെ. പിന്നീട് വീണ്ടും ഈ ജുലാനി സിറിയയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അതിനുശേഷം 2003 അമേരിക്ക ഇറാഖിനെ ആക്രമിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് പോയി. അവിടുത്തെ ഈ റിബൽസിൻ്റെ കൂടെ ചേരാനായിട്ട് അങ്ങോട്ട് പോയി. പക്ഷേ അധികം താമസിയാതെ അദ്ദേഹം ജയിലിലായി കഴിഞ്ഞപ്പോൾ പിന്നെ 2003 തൊട്ട് 2008 വരെ അവിടെ തന്നെയായിരുന്നു. അദ്ദേഹം കിടന്ന ജയിലിൽ തന്നെയാണ് ഈ അൽ ബാഗ്ദാദി എന്ന് പറയുന്ന IS-ൻ്റെ ചീഫായ ആൾ കിടന്നിരുന്നത്. അപ്പോൾ 2008 ഇദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ച് ഇറാഖിലേക്ക് തന്നെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ബാഗ്ദാദിക്ക് അറിയാം ഇദ്ദേഹം സെയിം ജയിലിൽ കിടന്ന ആളൊക്കെ ആയതുകൊണ്ട് ഇദ്ദേഹത്തെ പിടിച്ച് മോസൂൾ എന്ന് പറയുന്ന ഏരിയയുടെ കമാൻഡറാക്കി അങ്ങ് വെച്ചു, IS-ൻ്റെ ചീഫായിട്ട്. അങ്ങനെ ഇദ്ദേഹത്തെ സ്വന്തം മകനെ പോലെയാണ് ബാഗ്ദാദി കണക്കാക്കിയിരുന്നത്. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ബാഗ്ദാദി പറഞ്ഞു, ഇങ്ങനെ നമ്മൾ 2 സംഘടനയായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര് അൽ നുസ്ര എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ അൽ ഖൈദയുടെ മറ്റൊരു, അതെ, ഈ സിറിയൻ ബ്രാഞ്ച്. പക്ഷേ നമുക്കറിയാമല്ലോ, ആരെങ്കിലും പുതിയതായിട്ട് പുത്തനച്ച് പിറപ്പിറം തുടക്കുമെന്നൊക്കെ തോക്കും എന്ന് പറയുന്ന പോലെ ഇവർ അൽ ഖൈദയുടെ ആയി പുതിയ സംഘടന അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അൽ ഖൈദയേക്കാളും ക്രൂരമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സൂയിസൈഡ് ബോംബിംഗ് ആണ്. അപ്പോൾ പലരും ഇദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ എന്തേ കാണിക്കണം, ഇങ്ങനെ എത്രയോ ഇന്നസെൻറ്റ് പീപ്പിൾ ഗെറ്റ് കിൽഡ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത്, നമ്മുടെ ഭരണകൂടത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അള്ളാഹ് വേണം, അള്ളാഹു തന്നെ മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെയുള്ള മാർഗം നല്ല ആയുധങ്ങൾ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാവുന്നത് നല്ല ആയുധങ്ങൾ പ്രയോഗിക്കുക എന്നുള്ളതാണ്. എത്ര പേര് ചാവുന്നു എന്നുള്ളത് നമുക്ക് പ്രശ്നമില്ല. പിന്നെ ആ ഇടയ്ക്ക് വന്നിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഈ അൽ നസ്രക്കാർ അവിടുത്തെ ആൾക്കാരെ പിടിച്ചിട്ട് ഈ സിറിയയിലെ പട്ടാളക്കാരെ ചിലരെ പിടികൂടിയിട്ട് ശരീരം കുത്തി കീറി കരളെടുത്ത് തിന്നുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ അതൊക്കെ മനുഷ്യർക്ക് ഇവരെ പറ്റി ഭയങ്കര ഭയം ഉളവാക്കി. പിന്നെ ഈ പറയുന്ന ജുലാനി വേറൊരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ഇവരുടെ സംഘടന HTS ഒരു പ്രഖ്യാപനം നടത്തി, ഞങ്ങളിവിടെ അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി ആരെയും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും വെസ്റ്റേൺ കൺട്രീസിന് ഇദ്ദേഹത്തെ പറ്റി വലിയ ഭയമായി. കാരണം അവിടെ 10% ക്രിസ്ത്യൻസ് ഉണ്ട്, 15% ഷിയാസ് ഉണ്ട്. ഇവരുടെ 2 കൂട്ടരുടെയും കാര്യം അവതാളത്തിലാവുമല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തെ ഗ്ലോബൽ ടെററിസ്റ്റായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തു. ഇദ്ദേഹത്തിന് തലയ്ക്ക് $1 മില്യൺ വിലയും ഇട്ടു. അതായി സാഹചര്യം. അന്നൊക്കെ അങ്ങനെ പോയി. പിന്നെ യുദ്ധം, ഈ സിറിയൻ പട്ടാളമായിട്ട് കാര്യമായിട്ടുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളൊക്കെ ഒരുപാട് നടന്നു. പക്ഷേ എന്തുപറ്റിയെന്ന് പറഞ്ഞാൽ 2016 ആയി കഴിഞ്ഞപ്പോഴേക്കും ആസാദ് പിടിമുറുക്കി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇതിൽ ഇടപെടാനായിട്ട് താല്പര്യം കാണിച്ചില്ല. കാരണം അമേരിക്കയ്ക്ക് ഉള്ള ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻസിൻ്റെ കാര്യവും
ഷിയയുടെ കാര്യവും പോക്കാണ്. ആ അപ്പോൾ അവർക്ക് പിന്നെ ഈ സുന്നീസിന് വേണ്ടിയിട്ട് മാത്രം നമ്മളവിടെ പോയി കഷ്ടപ്പെടുന്ന എന്തിനാ? ലിബിയയിൽ നോ ഫ്ലൈ സോണൊക്കെ പ്രഖ്യാപിച്ച പോലെ ഇവിടെ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ച് കണ്ടവരുടെയൊക്കെ തെറിയും കേൾക്കണം. അമേരിക്ക ഇന്നസെൻറ്റ് പീപ്പിളിനെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അതും കേൾക്കണം. എല്ലാ പ്രശ്നങ്ങളും തന്നെയാണ്, റിസ്ക്കും ഉണ്ട്. അതുകൊണ്ട് ഈ സിറിയയിൽ ഇടപെടേണ്ടെന്ന് അമേരിക്ക തീരുമാനിച്ചു. അതേസമയം ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സിറിയയുടെ ആസാദിനെ സപ്പോർട്ട് ചെയ്യാൻ പലരും മുന്നോട്ട് വന്നു. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിസ്ബുള്ളയായിരുന്നു, ലെബനോണിൽ നിന്ന്. പിന്നെ അതിനേക്കാളും ശക്തമായിട്ട് ഇറാനിൽ നിന്നും നമ്മുടെ ആയത്തുള്ളയുടെ സ്വന്തമായിട്ടുള്ള റവല്യൂഷണറി ഗാർഡ്സ് വന്നു. അപ്പോൾ ഇവർ രണ്ട് കൂട്ടരും ആസാദിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൂടാതെ മോളിൽ നിന്ന് റഷ്യയുടെ തീമഴ എയർഫോഴ്സും വന്നു. അപ്പോൾ റഷ്യൻ എയർഫോഴ്സ് ഇറാൻ്റെയും ഹിസ്ബുള്ളയുടെയും ആർമിയും ഒക്കെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ആയുധങ്ങളും കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ജുലാനിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു 2016 ആയപ്പോഴേക്കും. അത് മാത്രമല്ല, റഷ്യയും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ പെരുമാറിയിട്ട് നിങ്ങളുടെ കൊതി മാറിയില്ലേ എങ്കിൽ എന്നാ പിടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഈ ആസാദിൻ്റെയും ഒരു പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്നത് വളരെ നിസ്സാര, വേറെ മോഡസ് ഓപ്പറാൻഡി ഒന്നുമില്ല. എവിടെയൊക്കെ സ്കൂളുണ്ടോ, എവിടെയൊക്കെ ഹോസ്പിറ്റലുണ്ടോ അവിടെ കൊണ്ടുപോയി ബോംബിടുക. അത് കുട്ടികൾ ഉള്ള സമയത്ത് നോക്കിയിട്ട് ബോംബിടുക. അപ്പോൾ ആൾക്കാർ മര്യാദ പിടിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈൻ. അത് കൂടാതെ അദ്ദേഹം കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചു ഓൺ ഹിസ് ഓൺ പീപ്പിൾ, സ്വന്തം രാജ്യത്തെ ജനങ്ങൾ. അപ്പോൾ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇദ്ദേഹം അവിടെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. സ്റ്റെബിലൈസ് ചെയ്ത് എന്നുള്ള കണ്ടീഷൻ കഴിഞ്ഞ്, കാരണം 2016 തൊട്ട് ഇപ്പോൾ ഈയിടെ വരെ പ്രശ്നമൊന്നുമില്ലാതെ സ്റ്റേബിൾ കൺട്രി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ആസാദിനോട് മറ്റേ ഇവിടുത്തെ നമ്മുടെ ടർക്കിയിലെ ആൾ പറഞ്ഞു, എർദോഗാൻ, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേബിളായില്ലേ, ഒരു കാര്യം ചെയ്യും, ഇനി ഞങ്ങളുടെ നാട്ടിൽ വന്നേക്കുന്ന റെഫ്യൂജീസ് ഉണ്ട്, എബൌട്ട് 4 million എന്ന് പറയാം പീപ്പിൾ ആസ് റെഫ്യൂജീസ്. അവർ ഞങ്ങൾ കൊണ്ടുപോകും. കാരണം ഇവരൊക്കെ തെറ്റിപ്പോറ്റാന്ന് പറഞ്ഞാൽ ടർക്കിയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറി. പക്ഷേ ആസാദ് ശ്രദ്ധിച്ചില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് താല്പര്യമില്ല എന്നുള്ള മട്ടിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനിടയിൽ ഇത്രയും സ്റ്റേബിളായി നിൽക്കുന്നതിന് ശേഷം ഈ അറബ് സ്പ്രിങ്ങിനെ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്ത വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വലിയ ഹീറോ ആയിട്ട് ചിലരുടെ ഇടയിൽ എങ്കിലും മാറി. പക്ഷെ അപ്പോഴും ഈ കുറേ റിബൽസ് ഇഡ്ലിബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അതിൽ ഈ ജൂലാനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇഡ്ലിബിൽ കുറച്ച് സപ്പോർട്ടൊക്കെ മറ്റുള്ളവരുടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ആസാദ് പറഞ്ഞു, റഷ്യയോട് പറഞ്ഞു, അവിടെ കുറേ ആൾക്കാരുണ്ട്, അവിടെയും കൂടി കുറേ ബോംബ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ പ്രശ്നം തീരുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും റഷ്യയും എർദോഗനും തമ്മിലൊരു ട്രീറ്റി പോലെ, അവർ തമ്മിലൊന്ന് ഒരു കോംപ്രമൈസ് പോലെയായി. അപ്പോൾ ഇനി ഇങ്ങനെ അങ്ങോട്ട് ഏതായാലും സ്റ്റേബിളായിട്ട് പോകുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ റഷ്യ വാങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടോടത്തൊക്കെ പോയി തലയിട്ട് പ്രശ്നമല്ലേ, റഷ്യ അതിൽ നിന്ന് പിന്മാറി. അപ്പോൾ റഷ്യയുടെ സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാൻ ഇദ്ദേഹത്തിന് ധൈര്യമില്ലായിരുന്നു. പക്ഷേ എന്നാലും ഇദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഗ്രാമത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ സ്കൂളും ഹോസ്പിറ്റലും ബോംബിടുക, അതോടുകൂടി ആൾക്കാർ മര്യാദയായിക്കോളും എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിനിങ് മോഡസ് ഓപ്പറാൻഡി, ക്രൂരതയുടെ പര്യായം. വേറെ ആരും നടത്താതെ. അതേപോലെ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചെന്നുള്ളതാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ സമയത്ത് എർദോഗാൻ നന്നായിട്ട് സപ്പോർട്ട് കൊടുത്ത് ഇഡ്ലിബിൽ ഇവരൊക്കെ വളർന്നു, ജൂലാനിയുടെ ആൾക്കാർ. കിട്ടിയതൊക്കെ തന്നെ പതുക്കെ അലപ്പോയിലേക്ക് കയറി, അലപ്പോയിൽ കയറി അവിടെ വലിയ പ്രശ്നമില്ലാതെ പിടിച്ചടക്കി. അത് കഴിഞ്ഞപ്പോൾ ഹമായിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ ഹോംസിൻ്റെ അടുത്തേക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും റഷ്യക്ക് മനസ്സിലായി ഇത് പിടിച്ചാൽ കിട്ടുന്ന കേസല്ല, നമുക്കിപ്പോൾ അവർക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിൽ നിന്ന് എവിടെയെങ്കിലും ബോംബിടാം. അതിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ്. ഇറാൻ പറഞ്ഞു ഞങ്ങൾ 1,00,000 പേരെ ഇപ്പം അയക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ അവരും ഇസ്രായേലൊക്കെ ആയിട്ട് അടിച്ച് ക്ഷീണിച്ച് നിൽക്കുകയാണ്. പിന്നെ ഹിസ്ബുള്ള ഞങ്ങളിപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഹിസ്ബുള്ളയുടെ ആൾക്കാരൊക്കെ നിരപ്പായി കിടക്കുകയാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ജുലാനിക്ക് അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ നല്ലപോലെ അങ്ങോട്ട് നയിക്കാനായിട്ട് സാധിച്ചു. ഹോംസും അതിനുശേഷം ഡമാസ്കസൊക്കെ പിടിച്ചടക്കി. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ഭയം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പഴയ പോലത്തെ ഗ്ലോബൽ ടെററിസ്റ്റ് ആണോ ഇപ്പോൾ എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് വി ആർ നോട്ട് അഗൻസ്റ്റ് ദി വെസ്റ്റ് എന്നാണ് പറയുന്നത്. മാത്രമല്ല സിറിയയുടെ ഭൂമി വെസ്റ്റിനെതിരെ ഒരു ആക്രമണം നടത്താനായിട്ട് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഈ ടർക്കിയുടെ ലീറ ആയിരിക്കും ഞങ്ങൾ കറൻസിയായിട്ട് സൂക്ഷിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു പോളിസി. പിന്നെ ഹീ സിറ്റിംഗ് ഓൺ ഡിഫെൻസ്. ഇപ്പോൾ ഇസ്രായേൽ ഇത്രയും പ്രശ്നം ഉണ്ടായില്ലേ, എല്ലാ മുസ്ലിം കൺട്രീസും അജിറ്റേറ്റഡ് ആയിരുന്നു. പക്ഷേ ഈ അൽ ജുലാനിക്ക് മാത്രം ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിൽ ഒന്നിലും നമ്മളൊരു വാർത്ത അവരെ പറ്റി കേട്ടില്ലല്ലോ, ഒരു വാർത്തയും കേട്ടില്ല. മാത്രമല്ല അവർ ഈ
ഇവരുടെ ടെററിസ്റ്റ് ബന്ധം മറച്ചു വയ്ക്കാനാണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് പേരൊക്കെ മാറ്റി അൽ നുസ്ര എന്നുള്ളതും അൽ ഖൈദയായിട്ടുള്ള ബന്ധമൊക്കെ മാറ്റി ഇപ്പോൾ HTS എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലാതെ വേറെ ഈ ആക്രമണങ്ങൾക്കൊന്നും തൽക്കാലം അവർക്ക് പ്ലാനില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂട്ടത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എല്ലാ മതക്കാരെയും അക്കോമഡേറ്റ് ചെയ്യും. ഇവിടെ ഈ പറയുന്ന ക്രിസ്ത്യൻസ് ഉണ്ട്, പിന്നെ ഷിയകളുണ്ട്, 15% ഷിയ 10% ക്രിസ്ത്യൻസ്. അവർക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ടെററിസ്റ്റ് ഐഡൻറ്റിറ്റി മാറ്റിക്കളയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഈ അൽ ഖൈദയിലൊക്കെ പെട്ട ഒരു തലയിൽ ഇങ്ങനെ ഒരു മുണ്ടൊക്കെ പോയി, ആ മുണ്ടെന്ന് പറയുന്ന സാധനം കാണില്ല. ഇപ്പോഴും നമ്മുടെ മലയാളം പത്രങ്ങളിലൊക്കെ പഴയ ഫോട്ടോ കാണുന്നത്. ഇപ്പോഴുള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ നല്ല കൃത്യമായിട്ട് മുടിയൊക്കെ വെട്ടി താടിയൊക്കെ വെട്ടി ഒതുക്കി പലപ്പോഴും കാക്കി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പറഞ്ഞത്. ഒരു പട്ടാള ഉദ്യോഗസ്ഥനെ പോലെ അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ ഒരു ടെററിസം കാര്യത്തിലും ഇപ്പോൾ അദ്ദേഹം പെരുമാറുന്നില്ല. അങ്ങനെ ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് ടെററിസത്തിൻ്റെ ലൈൻ കംപ്ലീറ്റ് ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല അത് നേരാണെന്നുണ്ടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ദാറ്റ് ഇസ് വാട്ട് ഹി ക്ലെയിംസ്. അപ്പോൾ അബു മുഹമ്മദ് അൽ ജുലാനി എന്ന് പറയുന്ന പുതിയ ഭരണാധികാരി വരുമ്പോൾ സിറിയയിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ജുലാനി ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത് അസംതൃപ്തരായ അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. ഈ ബാഷറിൻ്റെ ഒരു ക്രൂരമായ നിലപാട്, ആ ഒരു പിന്തുണയിലൂടെയാണ് ജുലാനി വന്നത്. അപ്പോൾ ഈ പുതിയ ഭരണകൂടത്തെ അമേരിക്കയും റഷ്യയും ഇറാനും ഒക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, എങ്ങനെ നോക്കി കാണുന്നു. മാത്രമല്ല ഇസ്രായേലിനും ഈ പുതിയ ഭരണകൂടത്തോട് ഒരു ചെറിയ താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല. ഇപ്പൊ അവര് ഈ വിമതസേനക്കെതിരെ അവരൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഇവരുടെ ജുലാനിയുടെ ആൾക്കാർ ഇപ്പൊ ഈ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒന്നിലും ഇസ്രായേലായിട്ട് ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഒരു അറ്റാക്ക് അവസാനം സിറിയയുടെ ഭരണമാറ്റത്തിൽ വരെ എത്തിച്ചേർന്നു. നമ്മുടെ എന്താ മീഡിയ വണ്ണൊക്കെ പറഞ്ഞിരുന്നത് ഇസ്രായേൽ ഇപ്പോൾ ഒഴുകി പോകുന്നുള്ള തോതിലൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോയിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇതാണ്, സിറിയ കൈവിട്ട് പോയി എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും അപ്രതീക്ഷിതമായി സിറിയയിലുണ്ടായ ഭരണമാറ്റം തുടർ നടപടികളിലൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.